ഞങ്ങൾ താമസിച്ച വീട്. എല്ലാരും പോകുന്ന വഴിയെ നമ്മൾ പോരുത്. ഓക്കെ ശരി. ഹലോ, കോയമ്പത്തൂർ വ്ലോഗിൻ്റെ ബാക്കി കഥ കേൾക്കണ്ടേ? ഞങ്ങൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ എങ്ങനെ ചൂസ് ചെയ്തു, ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്ന ഫുൾ കഥയും ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വ്ലോഗ് കണ്ടായിരുന്നോ? കണ്ടില്ലേ? പോയി കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരെത്തി ഇഷ യോഗയുടെ അടുത്തായിട്ട് ഒരു സ്റ്റേയിൽ താമസിച്ചു. ഇന്ന് രാവിലെ, അതായത് കറക്റ്റ് ഒരു 6-6:30 ആയിട്ടുണ്ടാവും, ഞങ്ങൾ ഇഷ യോഗ സെൻറ്ററിലേക്ക് പോവാണ്. എന്തിനാണെന്നറിയോ? പുതുവർഷമല്ലേ, 2026. ഒരു സൺറൈസ് ഒക്കെ ഉണ്ട്, നല്ല കിടുക്കാച്ചയായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വെച്ച് പിടിച്ച് പോവാട്ടോ. ഇഷ ആക്ച്വലി ഒരു സൺറൈസ് സ്പോട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്തായാലും സൺറൈസ് അവിടെ കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോവുക. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ, കാരണം വേറെ സൺറൈസ് സ്പോട്ട് തപ്പിപ്പിടിച്ച് പോകാനായിട്ടുള്ള ഒരു ടൈം ഗ്യാപ്പ് ഇല്ല ഇപ്പം. ആൾക്കാരല്ല, രാവിലെ വിളിക്കിരിക്കാൻ പോകുന്ന ആൾക്കാരാ. ബൈക്കിലാണോ വിളിക്കിരിക്കണേ? അതിനൊരു വെള്ള അരക്കങ്ക சொல்ல ഇതിനൊരു എല്ല കിടയാത് ഞാനോ യാരിവനോ. ചേച്ചി ഭക്തിഗാനം പോട്. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിന്. ചേട്ടാ ഒരു ഇച്ചിരി സൈഡ് തരുവായിരുന്നെങ്കിൽ ആരെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായ കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നു കണ്ണും കണ്ണും. ശിവനെ കാണാൻ പോകുമ്പോൾ പാടാൻ പറ്റിയ പാട്ടില്ലേ? നമുക്ക് അങ്ങനെ ഒന്നുമില്ല, നമുക്ക് എല്ലാവരും ഒന്ന് തന്നെ. ആ കാണുന്നതാണ് ആദിയോഗിയുടെ സ്റ്റാച്യു. ആദിയോഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവൻ. ഈ കാണുന്ന 112 അടിയോളം ഉയരത്തിലുള്ള ശിവന്റെ സ്റ്റാച്യുവും അതിൻ്റെ പുറകിൽ ഇഷ ഫൗണ്ടേഷൻ്റെ വകയായിട്ടുള്ളൊരു യോഗ സെൻറ്ററും ആശ്രമമൊക്കെ ഉണ്ട്. ഇത് കാണാനാണ് ഈ ലോകത്തുള്ള സകല ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഈ സമയത്ത് ഇത്രയും ജനങ്ങളോ? ഈസ്റ്റ് അവിടെയാണ് കേട്ടോ, അതിന്റെ പുറകിൽ വരും. ഈസ്റ്റൊക്കെ ലൊക്കേറ്റ് ചെയ്യണ എന്തിനാണെന്നറിയോ? സൺറൈസ് സ്പോട്ട് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ചേച്ചീനെ ഡ്രോപ്പ് ചെയ്തു. ബിക്കോസ് ഞങ്ങള് ആദിയോഗിനെ കണ്ടിട്ടുള്ളതാ. ചേച്ചി കുറച്ച് നേരത്തെ കണ്ടോട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇറക്കി വിട്ടിട്ട് കാർ പാർക്കിങ്ങിൽ പോയി. ആൻഡ് ഇതുവരെ സൂര്യന്റെ ഒരു സ്ഥലത്ത് സൂര്യനെ കാണാനില്ല. ഭയങ്കര ക്ലൗഡിയാ. മിക്കവാറും 2026 സൺറൈസ് മൂഞ്ചു. പക്ഷെ നമ്മള് ശിവനെ കണ്ടതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ എല്ലാരും പോകുന്ന വഴിയെ നമ്മൾ പോരുത്. ഇപ്പൊ ഇത്രയും കണ്ട വീഡിയോ ഉണ്ടല്ലോ, നല്ല ഭംഗി ഉണ്ടായില്ലേ? അതാരും പോവാത്ത വഴിയാ. ബാക്കി എല്ലാവരും പോണ വഴി ഞാൻ കാണിച്ചു തരാട്ടോ. ബാക്കി എല്ലാവരും പോകുന്നത് ഈ ആദിയോഗി അതിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള വഴിയാണ്. ഞങ്ങൾ വന്നത് ഒരു പട്ടിക്കുറുക്കം പോലും ഇല്ലാത്ത വഴി കൂടെ. അതുകൊണ്ട് എന്താ നല്ല വീഡിയോ കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. നീ ചേച്ചി നീ തിരക്കിന്ന് കണ്ടുപിടിക്കണമല്ലോ. വാ, ഇവിടെയായിരുന്നു നല്ല ലൈറ്റ് ഷോ എന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ല ലൈറ്റ് ഷോ മിസ് ചെയ്തു. ബിക്കോസ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒത്തിരി ലേറ്റായി. കാരണം ലോകം മൊത്തം കറങ്ങിയാ വന്നത്. കാണാലേ, ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ചേച്ചീനെ? റിഫ്ലക്റ്റഡ് ഡ്രസ് ഇട്ടേക്കണേ. ഓക്കെ, യോഗിണി ചേട്ടാ രാവിലെ ഞങ്ങൾ അടിച്ച് കളയല്ലേ. സ്പോട്ടഡ്, യോഗിണി സ്പോട്ടഡ്. അതെ ചേച്ചി, സ്ത്രീകൾക്ക് പോകാവുന്ന ശബരിമല. ഈ ആദിയോഗിയുടെ സ്റ്റാച്ചു ഒക്കെ കാണാൻ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് എൻ്റെ ശ്രദ്ധ പോയത് ഇവിടെ ഫുൾ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന സ്ത്രീകളായിരുന്നു. അത് ഒരേ കളറിൽ ചെരുപ്പൊന്നും ഇടാതെ ഒരുപാട് ലേഡീസ്.
അപ്പോഴാണ് ചേച്ചി പറഞ്ഞത്, ചേച്ചി ഫുൾ ഭക്തിമാർഗ്ഗമായതുകൊണ്ട് ചേച്ചിക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവാണ്. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഇത് സ്ത്രീകൾക്ക് പോകാവുന്ന ശബരിമലയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അതെനിക്ക് ആക്ച്വലി ഒരു പുതിയ അറിവായിരുന്നു. ചെന്നൈയിലുള്ള മേൽമരുവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദിപരാശക്തി അമ്പലമാണത്. അവിടെ ഇരിക്കുന്നത് നമ്മളുടെ ഈ ശിവന്റെ വൈഫ, അതായത് ഗോഡസ് പാർവതി ദേവിയുടെ ഏറ്റവും ഹയസ്റ്റ് വേർഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആദിപരാശക്തിനെ കണ്ടിട്ട് സ്പിരിച്വൽ ജേർണിയുടെ ഭാഗമായിട്ട് ഇവരൊക്കെ ഇവിടെ വരുന്നുണ്ട് ശിവനെ കാണാൻ. ഒരാൾ വലിയ കാര്യത്തിന് പോസ് ചെയ്യാൻ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് അവിടെ പോയിരുന്നപ്പോൾ ഒരു പുള്ളി അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ കാണുന്ന ശിവന്റെ ഒരു പ്രതിമയുണ്ടല്ലോ, അതിങ്ങനെ കാണുമ്പോൾ വളരെ ഒരു മിനിമൽ സ്ട്രക്ചറായിട്ട് തോന്നും. പക്ഷെ ഇത് എത്ര ഹ്യൂജ് ആണെന്നുള്ളത് അതിൻ്റെ അടുത്ത് എന്നാലേ അറിയുള്ളൂ. ആ കഴുത്തിൽ കിടക്കുന്ന രുദ്രാക്ഷമാല ഉണ്ടല്ലോ, ആ മാലയുടെ ഓരോ രുദ്രാക്ഷ മണിയും പെർഫെക്ഷൻ്റെ അങ്ങേ അറ്റമാണ് കാർവ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് അടുത്ത് ചെന്നാലാണ് അത് എത്ര വലുതാണ് ആ ഒരു പ്രതിമ എന്നുള്ളത് മനസ്സിലാവും. ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ നിശ്ചൽ അവിടെ വന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഈ ഒറ്റക്കാലിൽ നിന്ന് തൊഴുന്ന പോലത്തെ ഒരു പോസാണ് അവർ ഫോട്ടോയ്ക്കും വീഡിയോസൊക്കെ നിന്നത്. പക്ഷെ ചേച്ചി മാത്രമാണ് ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കുന്ന പോലത്തെ ഒരു പോസ് പിടിച്ചത്. പക്ഷെ അത് ആക്ച്വലി നല്ല ആപ്റ്റായിട്ടുള്ള പോസായിരുന്നു. എൻ്റെ ഒപ്പം എന്നെ മാരക അഭിനയം. കൊളാബിംഗ് വിത്ത് ടെമ്പിൾ ട്രെയിൽസ്. ഓക്കെ, ഞാൻ ചിരിപ്പിക്കുന്നില്ല. ചേച്ചി ധ്യാനത്തിലിരിക്കുന്ന പോസ്റ്റർ വളരെ ആപ്റ്റാന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ സ്ഥലത്ത് ശിവൻ ധ്യാനത്തിലിരുന്നു എന്നൊരു ഐതിഹ്യമുണ്ട്. ഈ ഒരു സ്ഥലത്തിന് അതുകൊണ്ട് ദക്ഷിണ കൈലാസം എന്നുള്ളൊരു പേരുമുണ്ട്. ഈ ചുറ്റും കാണുന്ന മലനിരകളുണ്ടല്ലോ, ഇത് വെള്ളിയങ്കിരി ഹിൽസ് ആണ്. ഇതിന് 7 പാളികളുള്ള മലയായതുകൊണ്ട് സപ്തമല എന്ന് പേരുണ്ട്. ഈ 7 എന്ന് പറഞ്ഞ നമ്പർ ഈ യോഗയിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്പറാണ്. യോഗയൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഈ 7 ചക്രാസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ നട്ടിലെ ഒരു 7 ചക്രങ്ങളായിട്ടാണ് തിരിച്ചേക്കുന്നത്. അത് 7 എനർജി സെന്റേഴ്സ് ആണ്. അതിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നതെന്നാണ് യോഗയിലുള്ള സങ്കല്പം. അപ്പം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഓരോ ചക്രങ്ങളെ നമ്മൾ അതിൽ ഓപ്പൺ ചെയ്താണ് നമ്മളൊരു പൂർണ്ണ ധ്യാനത്തിലേക്ക് എത്തുന്നതാണെന്ന് കൺസെപ്റ്റ്. അപ്പോൾ ഈ 7 നമ്പേഴ്സും ദക്ഷിണ കൈലാസവും ശിവൻ വന്ന് മെഡിറ്റേറ്റ് ചെയ്ത സ്ഥലം, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കണക്റ്റഡ് ആയതുകൊണ്ടാണ് യോഗ ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഇത് അറിയപ്പെടുന്നത്. പിന്നെ ശിവൻ ഈ ആദിയോഗി എന്ന് പേര് വരാൻ കാരണം, ആദിയോഗി മീൻസ് ആദ്യത്തെ യോഗി, ആദ്യമായിട്ട് യോഗ മാസ്റ്റർ ചെയ്ത വ്യക്തിയാണ് ശിവൻ. പിന്നെ അത് സപ്തമഹർഷികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവർ ത്രൂ മനുഷ്യന്മാർ ഈ കൺസെപ്റ്റിനെ കുറിച്ച് അറിയുന്നു. കാര്യമായിട്ട് പോസ് ചെയ്തിട്ടാ ഫോട്ടോ കാണിച്ച് സൂം ചെയ്ത് ഒന്നുമില്ലട കുട്ട. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് സൺറൈസ് കാണാൻ എങ്ങടെ നോക്കണ്ടേന്ന് പോലും അറിയില്ല. കാരണം മൊത്തം ക്ലൗഡിയാ, എവിടെയാ സൺ വരുന്നതെന്ന് അറിയില്ല. അപ്പം ഞങ്ങൾ അവിടെ ഒരു അണ്ണൻ്റെ അടുത്ത് പോയി ചോദിച്ചു. പുള്ളി ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ആളുടെ അടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഭാഷയിലും ചോദിച്ചു സൺറൈസ് കാണാൻ പറ്റുമോ എന്നൊക്കെ. പുള്ളിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് ഞാൻ ചോദിച്ചു സൂര്യൻ എങ്ക് വരുത്ത് എങ്ക പാക്ക മുടിയും എന്നൊക്കെ ചോദിച്ചിട്ടും പുള്ളിക്കൊന്നും കത്തുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തമിഴും അറിയാത്ത എൻ്റെ കൂട്ടുകാരൻ പെട്ടെന്ന് കയറി വന്നിട്ട് ഒരു ഡയലോഗ്, അണ്ണേ ഇങ്ങ സൺ ടി വി എങ്കിൽ പൊങ്കരുത്. അത് കേട്ട് ഞങ്ങൾ 2 പേരും വിജടിപ്പിച്ചു പോയി. എന്തുമാതിരി തമിഴടാ ഇത്. ഇപ്പോൾ പറയാം സൺ ടി വി എന്ന് പറയുമ്പോൾ സണ്ണല്ലേ, അപ്പം അണ്ണന് മനസ്സിലാവുമല്ലോ എന്ന്. എന്തായാലും അണ്ണൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആകാശത്തൊരു മിന്നായം പോലൊരു സാധനം കണ്ടു. അതാണ് സൂര്യൻ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ 2026 സൺറൈസ്. ഈ ആദിയോഗി സ്റ്റാച്ചുവിന്റെ പുറകിലൊരു യോഗ സെന്ററോ ആശ്രമമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇത്തവണ അങ്ങോട്ട് ഒന്നും പോകുന്നില്ല. അതൊക്കെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് 3 days ഒക്കെ വന്ന് സ്റ്റേ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അതെ, നമ്മൾ നെൽപ്പാടങ്ങളിലൂടെ പോവുകയാണ്. നല്ല കണ്ടോ, ഇത് റെക്കോർഡിംഗ് ആണ്. ഓക്കെ, പിന്നെ നെൽക്കതിര് കാണാത്ത നാട്ടുകാരാണല്ലോ. ഹായ് തൊട്ടവാടി. യെസ്, നല്ല CBSE ആയിരുന്നോ? ടച്ച് മീ നോട്ട്. പലീസ പറയേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇതെനിക്കറിയാം. നല്ല രസമായി സാധനം കളിക്കാനായിട്ട്. ഞാനും മിസ്സും എപ്പോഴും ഇങ്ങനെയാ, ഫുൾ ടൈം മടിയാ. ഞങ്ങളുടെ ഒപ്പം ട്രാവൽ ചെയ്തിട്ട് എല്ലാവർക്കും അറിയാം. ഭയങ്കര തല്ലുകൊടുത്ത് ഇങ്ങോട്ട് ചെറിയും അങ്ങോട്ട് ചെറിയും, കുറച്ച് നേരം അങ്ങോട്ട് കളിയാക്കും ഇങ്ങോട്ട് കളിയാക്കും. അങ്ങനെ മൊത്തത്തിൽ ബഹളമായിരിക്കും.
അപ്പോൾ ലാസ്റ്റ് ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കും നിങ്ങൾ തമ്മിൽ ആക്ച്വലി ഇങ്ങനെ ഫ്രണ്ട്സ് ആയെന്ന്. അത് സ്ഥിരമായിട്ട് ഞങ്ങൾ ഫേസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സൺറൈസ് എന്ന് പറഞ്ഞാൽ ആകെ കിട്ടിയൊരു സംഭവം. ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇഷ യോഗ സെൻറ്റർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു രാത്രി ഒരു പകലും എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ വരണം. പക്ഷേ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ച് ഇവിടെ എക്സൈറ്റിംഗ് ആയിട്ടൊന്നും അവർ കാണാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊന്നും വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നല്ലൊരു ഫീലായിരിക്കും അത്. ബിക്കോസ് സമാധാനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിവിടെ കിട്ടും, നന്നായിട്ട് കിട്ടും. അത് ഇതിനകത്ത് കാണിച്ച് ആനന്ദഭവനല്ല, ഹോട്ടൽ ആനന്ദം പ്യുവർ വെജ് റെസ്റ്റോറന്റ്. ഇഷയെന്ന് ഇറങ്ങി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒടുക്കത്തെ വിശപ്പായിരിക്കും. എന്നിട്ട് ഞങ്ങൾ റേറ്റിംഗ് ഒക്കെ നോക്കി ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഒത്തില്ല. വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വഴിയിൽ കണ്ട ഈ റെസ്റ്റോറൻറ്റിൽ കയറി. താളമ്പൂന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ കണ്ടപ്പോൾ എന്തായാലും നല്ലതായിരിക്കും എന്ന് എത്തി കയറി. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കുട്ടി വീട് കണ്ടു. എനിക്ക് ആ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കല്ലെങ്കിൽ ഒരുപാട് മുറ്റങ്ങളും മരങ്ങളും ഒക്കെ ഉള്ള വീടുകൾ ഭയങ്കര ഇഷ്ടം. ആ റെസ്റ്റോറൻ്റ് അല്ലല്ലോ ഒരു ദുരന്ത എക്സ്പീരിയൻസ് ആയി മാറി. നമ്മളൊരു തമിഴ്നാട്ടിലെ റെസ്റ്റോറൻറ്റിലൊക്കെ കയറുമ്പോൾ മിനിമം ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ. തമിഴ്നാട്ടിലെ ഇഡ്ഡലി ദോശ എൻ്റെ ഒരു ടേസ്റ്റ്, അതൊക്കെ വെട്ടി മാറ്റിക്കൊണ്ട് അവിടുത്തെ ഇഡ്ഡലി കട്ടിയുള്ളൊരു ഇഡ്ഡലിയും വായിക്ക് രുചിയില്ലാത്ത കുറച്ച് കറികളും. എൻ്റെ പൊന്നെ, റേറ്റിംഗ് ഒന്നും നോക്കാതെ ഒരു ഹോട്ടലിലും കയറരുതെന്നുള്ള പാഠം ഞാൻ വീണ്ടും പഠിച്ചു. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കിതൊന്നും പരീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതൊരു സത്യമാണ്. അങ്ങനെ അത്രയും ദുരന്തം പിടിച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ കയറിയതിനേക്കാളും സ്പീഡിലിറങ്ങി. ഒരു ഇഡ്ഡലിയേ ഞാൻ കഴിച്ചുള്ളൂ. ബാക്കിയുള്ളവർ വിശപ്പ് കാരണം എന്തൊക്കെയോ തട്ടിക്കൂട്ടി കഴിച്ചു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ സ്റ്റേയിലേക്ക് പോവാം. ഇന്നലെ ഇരുട്ടത്ത് വന്ന വഴിയാണ് ഇപ്പോൾ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നില്ല ഇപ്പോൾ വന്ന വഴി കാണാൻ. നേരെ ഞങ്ങളുടെ സ്റ്റേയിലേക്കാണ് പോകുന്നത്. പകൽ വെളിച്ചത്തിൽ ആ സംഭവം നമ്മൾ കണ്ടിട്ടില്ല. ബുക്ക് ചെയ്ത ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ കണ്ട ഇന്നലെ രാത്രി ഇരുട്ടത്ത്, പിന്നെ ഇന്ന് രാവിലെ ഇരുട്ടത്ത്. അതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ സ്റ്റേ കാണാൻ പോകുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നാൽ പിന്നെ നമുക്ക് നേരെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാനുള്ളൊരു ടൈമേ ഉള്ളൂ. പക്ഷേ ഈ സ്റ്റേ എക്സ്പ്ലോർ ചെയ്യാത്തതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ഉള്ളിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഈ സ്റ്റേയുടെ ഒപ്പം കോംപ്ലിമെൻ്ററി ആയിട്ട് 2 സൈക്കിളൊക്കെ കിട്ടും. അപ്പോൾ രാവിലെ എണീറ്റ് ഈ ഗ്രാമത്തിലൂടെ സൈക്ലിംഗ് ഒക്കെ ചെയ്ത് മോർണിംഗ് വാക്കൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ കരുതിയിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ, പെട്ടെന്ന് പോകണ്ടേ, അതോർത്തിട്ട്. ഇത്ര എസ്തറ്റിക് ആയിട്ടുള്ളൊരു വീട്ടിലാണ് ഞങ്ങൾ ഇങ്ങനെ താമസിച്ചത്. എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതിൻ്റെ ഒരു ബെസ്മെൻറ്റ്. ബിക്കോസ് ഓണർ ഞങ്ങളുടെ അടുത്ത് ഏർലി ചെക്കൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എഗ്രി ചെയ്തിട്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങളിവിടെ വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ തന്നെ കുറേ വിസിറ്റേഴ്സ് വന്നു, 3 ഡോഗ്സ്. അവർ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു റൂമിൽ കുറച്ച് ബിസ്ക്കറ്റ്സ് ഇരിപ്പുണ്ട്, ഞങ്ങൾ വരുത്ത വഴി വാങ്ങിച്ചത്, അത് ഇവന്മാർക്ക് കൊടുക്കാമെന്ന് എഴുതിയിട്ട് ചേച്ചി ബിസ്ക്കറ്റ് എടുക്കാൻ പോയി. ആ സമയം അവിടുത്തെ കെയർ ടേക്കർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സ്റ്റേയിൻ്റെ. പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് കാറൊക്കെ മാറ്റി പാർക്ക് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഫ്രണ്ടിൽ വാഷ് ചെയ്യുക. ആ ചാണകമൊക്കെ മെഴുകിയിട്ടുണ്ട് അവിടെ. അവർക്ക് കോലം വരയ്ക്കാനാണെന്ന് തോന്നുന്നു. അവിടുത്തെ രീതികൾ അതാണല്ലോ, എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും കോലമൊക്കെ വരയ്ക്കും രാവിലെ. അപ്പം ഞങ്ങൾ 3 പേരും ഡോഗ് ലവേഴ്സാണ്. എനിക്കായാലും ഡോഗുണ്ട്, ചേച്ചിക്കും ഒരു ഡോഗുണ്ട്. വിസിന് ഡോഗൊന്നുമില്ല, പക്ഷെ അവൻ ഭയങ്കര ഒരു ഡോഗ് ലവറാണ്. അതുകൊണ്ട് ഈ സ്ട്രേ ഡോഗ്സിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തങ്ങ് വീശും, മക്കളെ കഴിക്കങ്ങോട്ട്. എൻ്റെ മോനെ, എങ്ങനെ അറിയണടാ എടാ കള്ള സണ്ണിക്കുട്ട. ചക്കിടു വേറൊരുത്തരുണ്ടായിരുന്നല്ലോ ഒരു കുരിപ്പ്. ഒരു വൈറ്റ് ഉണ്ടായിരുന്നല്ലോ. ഓയ് ഓയ് ഇവിടെ എടാ നിലത്ത് പോയടാ, എടാ നിലത്ത് പോയടാ, എടാ ദേടാ ഇത് കഴിക്കടാ. ഇവൻ ഇച്ചിരി ഓവറാ, വൈറ്റിന് കൊടുക്കാൻ പറ്റണല്ല. അവൻ ഇട്ടോട്. ഓ ഫൈനലി പാലാട്ടണോക്ക്. എടാ നീ 3 തിന്നല്ലേടാ കാന്താരി. നടുക്കണോ ഇച്ചിരി 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 വിശക്കാട്ടോ. ഓൾ ഡൺ. പോവാം.
ഇവിടെ വേറൊരു ബാൽക്കണി ഉണ്ട്, അത് കാണിച്ചില്ലല്ലോ. ആക്ച്വലി ഈ സ്റ്റേക്ക് 1600 രൂപ ഉണ്ടായുള്ളൂ. ഇതിന് ഞങ്ങൾക്ക് 3 ബാൽക്കണി, ലിറ്ററലി 2 ബാൽക്കണി. ഇതൊരു ബാൽക്കണിയാണേ. ഇത് സ്റ്റെയർ കയറി വരുമ്പോൾ അവിടെ ജസ്റ്റ് ഒരു കുട്ടി ബാൽക്കണി ഉണ്ട്. ഇവിടെ നല്ല ഇതുക. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടുത്തെ കുട്ടി ബാൽക്കണി. ബാൽക്കണി വ്യൂ. See? സ്റ്റേ ചെയ്തതിൻ്റെ സൈഡിലത്തെ വ്യൂ ആണേ. മുല്ല. ഞങ്ങളിപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാ. ഈ സ്റ്റേ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പാക്കിംഗ് ആണ് എല്ലാവരും. പാക്കിംഗ് കഴിഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ ആ സ്റ്റേയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി. ഇനി എപ്പോഴെങ്കിലും ഇഷയിൽ വരുമ്പോൾ വിശദമായിട്ട് തന്നെ ഇവിടെ ഒരു ദിവസം കൂടണം എന്നുള്ളൊരു പ്ലാനുമായിട്ട്. ഇവിടെ ഇങ്ങനത്തെ ബാൽക്കണിയിലിരുന്ന് ചുമ്മാ പുറത്തേക്ക് നോക്കിയിരിക്കാൻ തന്നെ ഒരു വൈബായിരുന്നു. ഈ ഏരിയയിലുള്ളത് ഇതിൻ്റെ പുറകിൽ സൈഡിലൊക്കെ കുറേ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കാണാനോ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനോ ഒന്നും സമയം കിട്ടിയില്ല. ഇതാണ് സൈറ്റ്. ഇതൊക്കെ ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ട്. ലഗേജൊക്കെ ആയിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു കുട്ടി സർപ്രൈസ്. ഫ്രണ്ടിൽ അവർ കോലം വരയ്ക്കുന്നുണ്ടായിരുന്നല്ലോ, ചാണകമൊക്കെ മെഴുകിയിട്ട്. ആ കോലത്തിൻ്റെ അവിടെ വലിയ കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ 2026 എന്ന്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെനിക്കിഷ്ടപ്പെട്ടു. ഹാപ്പി ന്യൂ ഇയർ. സത്യം പറഞ്ഞാൽ മറ്റേ പ്രിയൻ സിനിമയിലെ ചെറിയ കുട്ടി വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ടാറ്റയൊക്കെ കൊടുക്കുമ്പോൾ മോൾ ആർക്കാ ടാറ്റ കൊടുത്തേ? വീടിന് എന്ന് പറയില്ലേ, അതുപോലെ ലിറ്ററലി വീട് നോക്കി ടാറ്റയൊക്കെ കൊടുത്ത് യാത്രയൊക്കെ പറക്കട്ടെ ഇറങ്ങി. നല്ല വിഷമായി വീട് വിട്ടു പോയപ്പോൾ. ആലോചിച്ചൊക്കെ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇതുപോലൊരു എസ്തെറ്റിക് വീട്ടിലൊക്കെ നിൽക്കാനായിട്ട് ഇത്ര ചെറിയ സമയമല്ലേ കിട്ടിയുള്ളെന്നുള്ളൊരു വിഷമം. സാരമില്ല, ഇനിയും വരാലോ. ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ നേരത്തെ വന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവന്മാർ വന്ന് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാൻ തുടങ്ങി. ഇനിയും ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്നറിയാം. ഞങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റൊക്കെ തീർന്നിട്ടും ആശാമ്പാർ പോകാൻ കൂട്ടാക്കിയില്ല. പിന്നെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ അവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഓക്കെ ശരി. ഇട്ടിട്ട് പോയാലോ? ഓടി വന്നിട്ടുണ്ട്. ആര് ഡോക്ടർ ട്രെയിനറോ? ഒരു കടി കൊടുക്കടാ. വരട്ടെ, വണ്ടി എടുത്ത് നടത്തിക്കണം മനുഷ്യനെ. യാത്ര പറയണം എന്റെ കൊച്ചിനോട്. അവനോട് ഞാൻ പറഞ്ഞ അറ്റാക്കുന്ന കാരണം കൂടിയപ്പോ. ഹാപ്പി ന്യൂ ഇയർ. പോകുന്ന വഴി കരിക്ക് വെക്കുന്ന കണ്ടപ്പോൾ അവിടെ നിർത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലോപ്പ് ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കരിക്കൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ ഒരു ഫാം ഹൗസൊക്കെ ഉള്ളൊരു പുള്ളിക്കാരനും വൈഫും കേട്ടോ ഈ ചെറിയൊരു കുട്ടി സ്റ്റോൾ ഇട്ടേക്കുന്നത്. അവരുടെ അവിടെ വിൽക്കുന്ന എല്ലാ കൊക്കോക്കായ, പഴങ്ങൾ, അവരുണ്ടാക്കുന്ന ചോക്ലേറ്റ്സ്, അങ്ങനെ എല്ലാം അവരുടെ വീട്ടിൽ തന്നെയുള്ള ഹോം മെയ്ഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലുണ്ടോ? അവിടെ ഒരാൾ സ്റ്റക്കായി പോയി തോന്നുന്നു. കരിക്കുടിച്ച് സ്റ്റക്കായി പോയി. നാർത്തങ്ക
വലിയതായിട്ട് വരുന്നത്. കുംബ്ലൂസ് നാരങ്ങ. അല്ലല്ല, പിക്കിൾ ഇടാൻ വെക്കുന്ന ലെമൺ. Salt is not very strong flavor, lemon. This is very unique taste, unique flavor. നിങ്ങളുടെ ഫാം ഹൗസാ? ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ? ഒരു ചെറിയ കയ്പുണ്ട്. ഇവിടെ ഫാം ഹൗസാ. ഓക്കെ, ചേച്ചോക്ക് പുളി പറിച്ചോട്ടെ, പുളി പറിച്ചോട്ടെ. അല്ല, ഏതാ പറിക്കാൻ പറ്റട്ടെ? ആ, പഴുത്തതാണോ? ആ, ഉണങ്ങിയതായിരിക്കും. ആ, പഴുത്തതാ, ഞെക്കി നോക്ക്. ആ, സ്വീറ്റ് അല്ലെങ്കിൽ ഇന്ന് ഇവിടെ അടിയാണ്. മധുരമില്ല അല്ലേ? എടാ, ആ ഉണങ്ങിയ കമ്പിയിൽ പറക്കി, അതാവുമ്പോ നല്ല മധുരം ഉണ്ടാവും. ഉണങ്ങിയ കമ്പിലെ പറിച്ചാ അത് ഉണങ്ങിയ മരത്തിനകത്ത് ഒടിഞ്ഞു പോയിട്ട് അത് ഇതിട്ടാണ് ഉണങ്ങിപ്പോയത്. കൊള്ളത്തുണ്ടാവില്ല അത്. ഈ കമ്പാണല്ലേ വേണ്ട, ഇത് മതി. ആരാ വരണുണ്ടെന്നാ? അപ്പൊ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്ന വഴിയിൽ ഒരു വീട്ടിൽ പുളി നിൽക്കുന്ന കണ്ടിട്ട് കൊതി മൂത്തിട്ട് പുളി പറിക്കാൻ കയറി. അത് കഴിച്ചു, അതിൻ്റെ പുളിയൊക്കെ തട്ടി സമാധാനമായി. പിന്നെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പോവാം. ഇപ്പം ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇനി പോകുന്നത് വേറെ ഹോട്ടലിലേക്കല്ല, ഞങ്ങൾ പോകുന്നത് മഞ്ജു ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. പുള്ളിക്കാരൻ ഞങ്ങൾ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു ആളുടെ ഫ്ലാറ്റിലേക്ക്. അതുകൊണ്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് ലൈറ്റ് ഷോ ഒക്കെ കണ്ട് നാളെ പോകാനാണ് പ്ലാൻ. ഞങ്ങൾ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന മുമ്പേ ചേച്ചി ഞങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. ഞങ്ങൾ വണ്ടിയിലൊക്കെ കിടന്ന് ഫുൾ ടൈം മടി, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ ചെളിവാരി എറിയില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ചേച്ചി പറഞ്ഞു ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുമ്പോൾ കുറച്ച് ഡീസൻ്റ് ആയിരിക്കണം, അലമ്പൊന്നും കാണിക്കരുത്, കുറച്ച് മെച്ചുറായിട്ടൊക്കെ ബിഹേവ് ചെയ്യണം കേട്ടോ പിള്ളേരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള വിഷ്വൽസിൽ ആ ഫ്ലാറ്റ് കാണുന്നതോ ഫ്ലാറ്റിലെത്തുന്നതോ ആ ചേട്ടനെ പരിചയപ്പെടുത്തുന്നതോ ഒന്നുമില്ല. ബിക്കോസ് ഡീസൻസിയുടെ ഭാഗമായിട്ട് ഞാൻ വ്ളോഗ് പോലും എടുത്തില്ല. വ്ളോഗ് ചെയ്യാൻ മൊബൈൽ പോലും പുറത്തെടുത്തില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഫ്ലാറ്റിൽ കയറി ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി ചേട്ടൻ്റെ കൂടെ ഇറങ്ങും. ഇതാണ് ജവഹർ ചേട്ടൻ. ചേട്ടൻ്റെ അച്ഛൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ കടുത്ത ആരാധകനായതുകൊണ്ട് ബാക്കി സിബ്ലിങ്സിനെ പോലെ അല്ലാതെ ചേട്ടന് മാത്രം ഒരു ഖടാൽ ഗഡിയൻ പേര് കൊടുത്തു, ജവഹർ. ഈ കഥയൊക്കെ പിന്നീടാട്ടോ ഞങ്ങൾ കമ്പനി ആയി കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ ഈ കഥയൊക്കെ പറയുന്നത്. സത്യത്തിൽ ഈ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചേച്ചിയും ചേട്ടനും മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും പുറകിലെ മാന്യന്മാരായിട്ട് അഭിനയിച്ച് മരിക്കുമായിരുന്നല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വളരെ ഭവ്യതയോടെ ചേട്ടൻ്റെ അടുത്ത് വ്ളോഗൊക്കെ എടുക്കുന്നതിന് ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അന്നേരം തന്നെ ചേച്ചി കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടിയിട്ട് എൻ്റെ അടുത്ത് ഓവറാക്കി ചളവാക്കത്തളപ്പുക്കുട്ടാന്നുള്ള രീതിയിൽ. അന്നേരം ചേച്ചി തന്നെ പറഞ്ഞു ഞാൻ ഇച്ചിരി ഡീസൻ്റ് ആവണേന്നൊന്ന് പറഞ്ഞു, അതിനാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ കാണിക്കണേന്ന്. അങ്ങനെ ചേട്ടന് മനസ്സിലായി ഞങ്ങൾ ഓവർ ഫോർമാലിറ്റി കാണിച്ച് കൊളാക്കിക്കൊണ്ടിരുന്നതായിരുന്നു ഇത്രയും നേരം. പിന്നെ ഞങ്ങൾ സംസാരിച്ച് സെറ്റായി, കമ്പനിയായി. അതുവരെ ഞങ്ങൾ വിചാരിച്ചിരുന്ന ചേട്ടൻ ഭയങ്കര സീരിയസ് ടൈപ്പൊക്കെ ആയിരിക്കും, ഫൺ ടൈപ്പ് അല്ല എന്നൊക്കെ. സംസാരിച്ച് കമ്പനിയായി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായ ചേട്ടൻ വേറെ ലെവൽ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയെന്താണെന്നറിയോ, പല അഡ്വഞ്ചറസ് ട്രിപ്പുകളും ഞങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയിട്ട് മാറ്റിവെച്ച ബക്കറ്റ് ലിസ്റ്റ് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ പട്ടേന്ന് ചേട്ടൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ ഓണായി. ചേട്ടൻ നമുക്ക് എന്തായാലോ അതിന് പോകാലോ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം, അതൊന്നും പ്രശ്നമില്ല, നമുക്ക് നോക്കാം. അങ്ങനെ കുറേ പ്ലാനുകൾ ഓണായി, ട്രിപ്പുകളൊക്കെ ഓണായി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ സീന
കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ, പേഴ്സിൽ വെക്കാനാ. ഈ കോയമ്പത്തൂരൊക്കെ വന്നു കഴിഞ്ഞാൽ റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ കണ്ടില്ലേ ആ വണ്ടിയുടെ നമ്പർ 9999. ഇതുപോലത്തെ ഫാൻസി നമ്പേഴ്സാണ് ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും. നമ്മളുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഒത്തിരി ഫാൻസി ആയിട്ടുള്ള നമ്പേഴ്സ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫുഡ് സ്പോട്ടായിരുന്നു. ബിക്കോസ് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അവിടുത്തെ നല്ല മസ്റ്ററി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വയ്ക്കും, എന്നിട്ട് അത് തേടി പിടിച്ച് കഴിക്കും. അങ്ങനെ തേടി പിടിച്ച് കഴിക്കാൻ പോകുന്ന ഫുഡ് ഏതാണെന്നറിയോ? കോവൈ അങ്കൺ ബിരിയാണി അല്ലേ? കോവൈ അങ്കണ്ണൻ ബിരിയാണി. നാഗാർജുന പറഞ്ഞ വീഡിയോ കണ്ടിട്ട് അത് കാണാൻ പോവാ. അതെ, ലെറ്റ്സ് സീ. ഇതാണ് ആർഎസ്പുരത്തുള്ള കോവൈ അങ്കണ്ണൻ ബിരിയാണി ഹൗസ്. ഫേമസ് തെലുങ്കു നടനായിട്ടുള്ള നാഗാർജുന ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് ബിരിയാണി ഏതാണെന്ന് ചോദിച്ചപ്പോൾ കോയമ്പത്തൂരിലുള്ള കോവൈ അങ്കണ്ണൻ ബിരിയാണിയാണ് പുള്ളിയുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് കഴിച്ച് നോക്കാമല്ലോ എന്ന് കരുതി. ഇത്ര വലിയ സെലിബ്രിറ്റീസൊക്കെ പറഞ്ഞതല്ലേ. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഒത്തിരി പോസ്റ്റ് ആവുമെന്ന്. പക്ഷെ പെട്ടെന്ന് തന്നെ കയറാൻ പറ്റിയിട്ടോ. അവിടെ ചെന്ന് നേരെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. നാഗാർജുന സജസ്റ്റ് ചെയ്ത് അതാണല്ലോ, എന്നാൽ പിന്നെ അത് തന്നെ കഴിക്കാം. എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമുള്ളെങ്കിൽ മട്ടൺ ബീഫ് അതിനോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഓർഡർ ചെയ്ത് ആദ്യം വന്നത് ഈ സൂപ്പാണ്, മട്ടൺ സൂപ്പ്. ഇതൊരു കിടുക്കാച്ചി ഐറ്റമായിരുന്നു. എൻ്റെ ടേസ്റ്റ് ബഡ്സിന് കറക്റ്റായിട്ടുള്ള സാധനം. പക്ഷേ വിസിനും ചേച്ചിക്കും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചൊന്നുമില്ല. കാരണം കുറച്ച് സ്പൈസി ആയിരുന്നു, മസാലയൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി കുറച്ച് പിടിച്ചിട്ട് ബാക്കി എനിക്ക് തന്നെ തന്നു. എനിക്കെന്തോ ഈ സാധനം ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കാത്തിരുന്ന ബിരിയാണി വന്നു. ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പൊതുവേ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയുടെ ഒരു ഫാൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ മലബാർ കൊച്ചി ബിരിയാണിയുടെ ഒക്കെ കടുത്ത ആരാധികയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് തമിഴ്നാട് സ്റ്റൈല് ബിരിയാണി ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് പോകും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചൊരു വൺ ടൈം ട്രൈ ആണ് ഈ ബിരിയാണി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇല നേരെ സാധാരണ രീതിയിൽ മടക്കിയപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇവിടെ ഇല മടക്കുന്നത് വിസ് മടക്കുന്നില്ലേ ആ രീതിയാണ്, ഇരിക്കുന്ന ഭാഗത്തേക്ക് മടക്കണം. അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു എന്നാണ്. ഞാൻ മടക്കിയ രീതിയിൽ ഓപ്പോസിറ്റ് രീതി മടക്കിയതിൻ്റെ അർത്ഥം ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പം തന്നെ ഞാൻ എൻ്റെ ഇല തുറന്നിട്ട് വിസ് മടക്കിയ പോലെ തന്നെ ഞാനിരിക്കുന്ന ഭാഗത്തേക്ക് മടക്കിയിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിളംബരം ചെയ്തു. ഇനി നെക്സ്റ്റ് ഞങ്ങൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ പൂ മാർക്കറ്റിലേക്കാണ്. ഈ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഫ്ലവർ മാർക്കറ്റൊക്കെ നല്ല രസമല്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്കത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും എന്നാൽ പൂ മാർക്കറ്റ് പോകാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരായിട്ട് തുടങ്ങി വെച്ച ട്രിപ്പിലേക്ക് ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു നോർമൽ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ട്രിപ്പ് കുറച്ചുകൂടെ ഒന്ന് കളറായി, ഒന്ന് ഓണായി. കാരണം ഞങ്ങൾ മാത്രമാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടുപോയേനെ. പക്ഷെ ചേട്ടൻ അവിടെ ആളായതുകൊണ്ട് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഓരോ കഥകൾ പറഞ്ഞു പോകുന്നതുകൊണ്ട് നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ഇപ്പോൾ ഈ പോകുന്ന അണ്ടർപാസ് ശ്രദ്ധിച്ചു, 2 സൈഡിലും പില്ലേഴ്സ് ഫുൾ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുക. നല്ല ഭംഗിയാണ് കാണാൻ ഇതിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ. എനിക്ക് ഈ ഏരിയ നല്ല ഇഷ്ടമായിരുന്നു. ഇവിടെ കൊച്ചിയിലൊക്കെ ഏതെങ്കിലും ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ഗ്യാപ്പ് ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് വെക്കും കുറേ ആഡുകൾ, കുറേ ഫ്ലക്സ് ബോർഡുകൾ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റിലാക്സും കിട്ടും. റോഡിൽ കൂടെ പോകുമ്പോൾ കാണാൻ എന്തെങ്കിലും സൗന്ദര്യങ്ങളൊക്കെ വേണ്ടേ. ഞാൻ ഈ പോകുന്ന വഴി കാണുന്ന ഫ്ലവേഴ്സൊക്കെ എടുത്ത് പിക്ക് ചെയ്ത് ഇങ്ങനെ മണത്ത് പോകുന്നത്. എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ സ്മെല്ല്. അന്നേരമാണ് ഈ പുള്ളിക്കാരൻ എന്നെ മാടി വിളിച്ചിട്ട് ഒരു ക്ലാസ് എടുത്ത് തന്നത്. ഈ ഫ്ലവേഴ്സ് കാണുന്നതൊക്കെ നേരെ മൂക്കിലെടുത്ത് മണക്കരുത്, അതിൽ പോളൻസ് ഉണ്ടല്ലോ, അതിൻ്റെ പൂമ്പൊടി, ആ സാധനം നമ്മളുടെ മൂക്കിലേക്ക് പെട്ടെന്ന് കയറിയ ചിലവർക്ക് അലർജീസ് ഉണ്ടാവാം, ഇറിറ്റേഷൻസ് ഉണ്ടാവാം. ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഇൻസെക്ട്സ് ഉണ്ട്, അത് നമ്മളുടെ മൂക്കിലേക്ക് പോവാം. അതുകൊണ്ട് അങ്ങനെ മണക്കരുത്. നമുക്ക് എന്തെങ്കിലും ഫ്ലവേഴ്സ് ഇങ്ങനെ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ മണത്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു പിടി ഫ്ലവേഴ്സ് എടുത്തിട്ട് കൈ അടച്ച് വെച്ചിട്ട് ആ കൈയിൻ്റെ ഭാഗം മണത്ത് നോക്കണം, അല്ലാതെ ഫ്ലവേഴ്സ് ഡയറക്റ്റ് മണക്കരുത്. ഇവിടെ നിന്ന് ഒട്ടുമിക്ക ഫ്ലവേഴ്സും പോകുന്നത് അമ്പലങ്ങളിലേക്കൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ തൊട്ടത് ചീത്തയാക്കരുത് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് പോകുന്ന മിക്ക കടകളുടെയും ഫ്രണ്ടിൽ
ഇതുപോലെ നൂലിൽ കെട്ടിത്തൂക്കിയ നാരങ്ങ, മുളക്, അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മളുടെ കരി ഉണ്ടല്ലോ, മരക്കരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് മറ്റേ ദൃഷ്ടി പതിയാതിരിക്കാൻ, കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുന്ന സാധനം. ഒരു തമിഴ്നാട്ടിലൊക്കെ അവിടുത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല കാര്യമൊക്കെ നടക്കും ഡെയിലി ബേസിസിൽ തന്നെ എല്ലാ കടകളിലും ഈ സംഭവം തൂക്കിയിട്ടുണ്ടാവും. ഇത് നെഗറ്റീവ് എനർജി ഒബ്സർവ് ചെയ്തിട്ട് അത് ഡ്രൈ ആയി പോകുന്നതിൻ്റെ ഒപ്പം ആ നെഗറ്റീവ് എനർജി പോകുമെന്നാണ് അവരുടെ ഒരു ബിലീഫ്. എന്നിട്ട് ഈ സാധനം ഡ്രൈ ഔട്ട് ആകുമ്പോൾ അടുത്തത് പുതിയത് അവർ കെട്ടിത്തൂക്കിയിടും. പക്ഷേ ഈ സംഭവം കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് തമിഴിലൊരു സിനിമ ഉണ്ട്, വേട്ടയാട് വിളയാട്. ആ സിനിമയിൽ പേടിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അതിലൊരു പെണ്ണിനെ കൊന്നിട്ട് അതിൻ്റെ വിരൽ മുറിച്ച് ഇതിലൊരെണ്ണത്തിലായിട്ട് ഇതിൻ്റെ കൂടെ കെട്ടിത്തൂക്കിയിടും. എൻ്റെ പൊന്നെ, ഈ ബാഡ് വൈബ്സ് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം കണ്ടിട്ട് എനിക്ക് വന്നത് ബാഡ് വൈബാണ്. ഞാനത് ഇങ്ങനെ നന്നായിക്കൂടെ അല്ലേ. അവിടെ കുറേ പേരിരുന്ന് മാല കെട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഈ സംഭവം ഇങ്ങനെ മാല കെട്ടുന്നതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇവർ അറിഞ്ഞും പുറഞ്ഞും ഓരോ ഇലയിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിച്ച് കീറിയൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ കെട്ടി വരുമ്പോൾ അത് നല്ല സെറ്റാവുന്നുണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്. കുറേ നേരമായിട്ട് അവിടെ ചുറ്റിപ്പറ്റിയെന്ന് ഇതും കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചുറ്റുമുള്ള ചേട്ടന്മാരൊക്കെ ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ഉള്ളതല്ലല്ലോ, എവിടത്താണ് വരുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാന്നൊക്കെ പറഞ്ഞു. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവർ ചോദിച്ചു, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണോ? ഞാൻ പറഞ്ഞു അതേ, വ്ളോഗിലിടാൻ വേണ്ടിയിട്ടോ. ഒരു ഇൻഫ്ലുവൻസറാണോ? ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, വ്ളോഗിലിടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരായിട്ട് സംസാരിച്ചു. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു തന്നു. പൂമാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ്. അവിനാശി റോഡിലുള്ള ഒരു ടോട്ടൽ ഷോപ്പിംഗ് ഹബ്ബ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇവിടെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ലുലു, മാക്സ്, സുഡിയോ. ഒരു ഫാമിലിക്ക് ഒരു വീക്കെൻഡോ ഒരു ഈവനിങ് ഒക്കെ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ എല്ലാ സംഭവം കൂടെ ഒരു കുടക്കീഴിൽ പോലത്തെ ഒരു സെറ്റപ്പ്. എനിക്ക് ഈ ഒരു ഐഡിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പ്രോപ്പർട്ടി ആക്ച്വലി പണ്ടത്തെ ലക്ഷ്മി മിൽസിൻ്റെ പ്രോപ്പർട്ടിയാണ്. കോയമ്പത്തൂരിലെ ഫേമസ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ മാനുഫാക്ചേഴ്സ് ആയിരുന്നു ഈ ലക്ഷ്മി മിൽസുകാർ. അവർ പല പല മില്ലുകളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബിൽഡിങ്സ് പിന്നീട് അവർ വേറെ ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് മാറിയപ്പോഴത്തേക്കും ഈ ഓരോ സെക്ഷൻസും അവർ ഓരോ ബ്രാൻഡിന് വേണ്ടിയിട്ട് ലീസിന് കൊടുത്തു. അപ്പോൾ ബ്രാൻഡ്സൊക്കെ വന്ന് ഇതൊക്കെ റീഡിസൈൻ ചെയ്ത് അവരുടെ ബ്രാൻഡ്സൊക്കെ ലോഞ്ച് ചെയ്തപ്പോൾ ഇത് കാണാൻ തന്നെ നല്ലൊരു കൊമേഴ്ഷ്യൽ സ്പേസ് ആയിട്ട് മാറി. ശരിക്കും നമ്മളുടെ ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കടയിൽ കയറി ഒരേ നിലകൾ കയറി ഇറങ്ങി പർച്ചേസ് ചെയ്തു, അവിടെ ഇഷ്ടപ്പെട്ടില്ലേ അടുത്ത കടയിൽ കയറണം, അത് ചിലപ്പോൾ കുറച്ച് ദൂരെയായിരിക്കും. ഇതങ്ങനെ ഒന്നുമില്ല. മാക്സി കയറി ഇഷ്ടപ്പെട്ടില്ലേ സ്റ്റുഡിയോ പോവാം, സ്റ്റുഡിയോ കയറി ഇഷ്ടപ്പെട്ടില്ലേ ലുലു പോവാം. അങ്ങനെ ഒരുപാട് കടകൾ അടുത്തടുത്തുള്ളതുകൊണ്ട് അത് ഒരു കോമ്പൗണ്ട് എല്ലാം ഗ്രൗണ്ട് ഫ്ലോറും ആണല്ലോ. അപ്പോൾ നമുക്ക് കഷ്ടപ്പാടില്ല. പിന്നെ തളർന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനും ദൂരെ പോകണ്ട, എല്ലാം ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. നല്ല ഐഡിയ അല്ലേ? നല്ല ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, കിഡ്സിൻ്റെ ഏരിയാസ് വരെ ഉണ്ട്. സമാധാനമായിട്ട് ആർക്ക് വേണേലും പർച്ചേസ് ചെയ്യാം. കോഫി എന്നോട് പറയാറില്ലല്ലേ. കറക്കൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് ചേട്ടൻ്റെ ഫ്ലാറ്റിലേക്ക് പോവാം. ഇനി അവിടെ ചെന്ന് എല്ലാവരും ഫ്രഷായി കുളിച്ചെല്ല കുട്ടപ്പന്മാരായിട്ട് നേരെ ഇഷ യോഗ സെൻറ്ററിൻ്റെ അവിടെ ഉള്ള നമ്മുടെ ആദ്യോഗിയുടെ അവിടെ ലൈറ്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ രാത്രി, അത് കാണാൻ പോവാം. അതാണ് ഈ ട്രിപ്പിൻ്റെ ഏറ്റവും മെയിൻ കണ്ടൻറ്റ്. കാരണം ഞാൻ ആദ്യോഗി ഓൾറെഡി ഇതിനു മുമ്പ് വന്ന് കണ്ടിട്ടുള്ളതാണ് പകൽ. പക്ഷേ രാത്രിത്തെ ലൈറ്റ് ഷോ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഈ ലൈറ്റ് ഷോ കാണുന്നതിലായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ റെഡിയായി ഇപ്പോൾ ഇഷ യോഗ സെൻറ്ററിൻ്റെ ആദ്യോഗിയുടെ അവിടെ ലൈറ്റ് ഷോയ്ക്ക് പോവാം. 7 മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യും. 7 മണി തൊട്ട് ഒരു അരമണിക്കൂർ, ചിലപ്പോൾ ഒരു 3/4 മണിക്കൂർ വരെയൊക്കെ ഉള്ളൂ. സമയം ഏകദേശം ആയതുകൊണ്ട് ഞങ്ങൾ ഓടിപ്പിടിച്ച് പോയപ്പോഴേക്കും ലോകത്തുള്ള സകല ജനങ്ങൾ അവിടെയുണ്ട്. കാർ പാർക്കിംഗ് പോലും കിട്ടാൻ പ്രയാസമായിരുന്നു, അത്രയ്ക്ക് ആൾക്കാർ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഈ ലേസർ ഷോ അങ്ങ് സ്റ്റാർട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കയറിയിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഏറ്റവും ബാക്കിലായിപ്പോയി. ആ ബാക്ക് സൈഡിൽ തന്നെ ഇത്രയും ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എങ്ങനെയാണ് ശിവൻ ആദിയോഗി എന്ന് അറിയപ്പെട്ടതും ആ യോഗ എങ്ങനെ സപ്തമഹർഷികൾക്ക് പറഞ്ഞു കൊടുത്തു, അങ്ങനെ ഫുൾ കഥ ഇതിൻ്റെ പിന്നിലുള്ളത് പറഞ്ഞു തരും. അത് കേൾക്കണമല്ലോ. അത് കേൾക്കാൻ പറ്റില്ല, വൃത്തിയായിട്ട് കാണാൻ പറ്റില്ല. ഞങ്ങൾ ബാക്കിലായതുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും എണീറ്റ് മൊബൈലൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ കാണുന്ന ലൈറ്റ് മൊത്തം മൊബൈൽസാണ്. ബാക്കിൽ നിൽക്കുന്ന ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. സമാധാനമായിട്ട് ഇരുന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് നേരെ നിന്നിട്ട് പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം പോട്ടേന്ന് വെക്കുക. അവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോറി കേൾക്കാൻ പറ്റണ്ടേ, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ജസ്റ്റ് വിഷ്വൽ മാത്രം കണ്ടാൽ പോരല്ലോ. അത് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന കൂകിവിളി, കയ്യടികൾ, വിസിലടി, ഏതാണ്ട് വിജയുടെയൊക്കെ
അല്ലെങ്കിൽ രജനീകാന്തിൻ്റെയൊക്കെ പടം കാണുന്ന പോലെയാണ്. ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള എക്സൈറ്റ്മെൻറ്റും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം, അതിൻ്റെ ഒരു സന്തോഷമൊക്കെ. പക്ഷേ ഇതിൽ ഓരോ ലൈറ്റ് തെളിയുമ്പോഴും ഓരോ വിഷ്വൽസ് വരുമ്പോഴും ഇത് തന്നെ അയ്യോ എനിക്കങ്ങ് വരണ്ടായിരുന്നു എന്നായിപ്പോയി. കാരണം വന്നിട്ട് ഒരു യൂസും ഇല്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ഭയങ്കര ഇറിറ്റേഷൻ. നമ്മൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു രീതിയിലും ചേരാത്തൊരു ആംബിയൻസ് അവിടെയുള്ള ആൾക്കാർ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് പിസ്ഡ് ഓഫായി. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. ഇതെന്താ സിനിമ തിയേറ്റർ ആണോ, ഇവിടെ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്? കുറച്ചൊക്കെ ക്രൗഡിറ്റൊക്കെ ഒന്ന് സൈലൻ്റ് ആയിരുന്നു ഇവിടെ എന്നൊക്കെ തോന്നിപ്പോയി. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ സൗണ്ട് സിസ്റ്റം കംപ്ലീറ്റ് ഓഫായി. എന്തോ ഒരു പ്രശ്നം, ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ട് സൗണ്ടില്ല, ഫുൾ ഓഫായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു പൂർത്തിയായി, നല്ല ഐശ്വര്യം. ഞങ്ങൾ തന്നെ പരസ്പരം ചോദിക്കാൻ തുടങ്ങി, നമുക്ക് വല്ല ഉദ്ഘാടനത്തിന് പോകായിരുന്നല്ലേ എന്ന്. പ്ലാൻ എല്ലാം തെറ്റി. ചേട്ടൻ പറഞ്ഞു ഇത് ഇനിയിപ്പോൾ മിക്കവാറും ഈ പ്രോഗ്രാം ഇനിയിപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും, എനിക്ക് തോന്നുന്നില്ല ഇനി ശരിയാവുമെന്ന്. അപ്പം ഞങ്ങൾ ആകെ ഡിസപ്പോയിൻ്റ്. ഇത്രയും കാര്യമായിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ട് കാണാൻ പറ്റിയില്ല, ഈ ദിവസം കാത്തിരുന്ന് ഈ ഒരു മൊമെൻറ്റിലേക്ക് നിന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം ബഹളം. അതിൻ്റെ വിഷമത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന സൗണ്ടും കൂടെ കട്ടായി, ചുമ്മാ വിഷ്വൽസ് മാത്രം. അവിടെ കൂടിയിരുന്ന എല്ലാ ജനങ്ങളും തിരിച്ചു പോകാൻ തുടങ്ങി. വളരെ കുറച്ച് പേര് മാത്രമേ നിൽക്കുന്നുള്ളൂ. എല്ലാവരും തിരിച്ച് നടന്ന് ക്രൗഡൊക്കെ കുറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ മുമ്പോട്ട് കയറി നടന്നു. ഞങ്ങൾക്ക് അവിടെ ഏറ്റവും ഫ്രണ്ടിൽ അതിൻ്റെ അവിടെ സ്പേസ് കിട്ടി. അപ്പം ഞങ്ങൾ എന്തായാലും വന്നതല്ലേ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോയാൽ മതി എന്നുള്ള പ്ലാനിൽ നിന്ന സമയത്ത് എന്തോ ഞങ്ങളുടെ അത്രയും ആഗ്രഹിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു ഫീലായിപ്പോയി. കാരണം അവരെ പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്തു. അതങ്ങനെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കേസല്ല. പ്രോഗ്രാമിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഇത്തവണ അവർ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഈ ഷോ ഞങ്ങൾക്ക് കാണാൻ വിധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭയങ്കര ഹാപ്പി ആയിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ സീറ്റും കിട്ടിയല്ലോ. അപ്പം ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ പോയിരുന്നു. ഫ്രണ്ടിൽ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ക്രൈസ് എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം കുറേ ഒരു 30 to 45 മിനിറ്റ്സ് ഉണ്ടല്ലോ. അത്രയും നേരം നിന്ന് കാണുക എന്നുള്ളത് ഒരു സുഖമുള്ള ഏർപ്പാടല്ല. അപ്പം ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ ആ ഫ്ലോറിൽ ഇരുന്ന് കാണാം എന്നുള്ള പ്ലാനായി. പക്ഷേ അത് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒത്തിരി പേര് എണീറ്റ് നിന്ന് വീഡിയോസും ഫോട്ടോസും എടുത്തുകൊണ്ടിരിക്കുക. കുറേ പേര് എണീറ്റ് നിൽക്കും. അപ്പം ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരെങ്ങനെ ഇരുത്തും, ഇനി അവരുടെ ഫ്രണ്ടിൽ പോയി നിൽക്കേണ്ടി വരുമോ എന്നാലോചിച്ച് കഴിഞ്ഞപ്പോൾ ജവരേട്ടൻ പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കുക, ഞാൻ ശരിയാക്കാൻ പറഞ്ഞു. പുള്ളി അവിടെ നിന്ന് എണീറ്റ് പോയി ഓടി നടന്ന് ഓരോ ആൾക്കാരുടെ അടുത്തും പോയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് ഞാൻ തന്നെ വണ്ടടിച്ച് ഞങ്ങളൊക്കെ നോക്കിയൊക്കെ ഫ്രണ്ടിലെ എല്ലാ മനുഷ്യരെയും ഒറ്റ മനുഷ്യൻ കൊണ്ട് ഇരുത്തിക്കളഞ്ഞു. കഴിവ് തന്നെ ചേട്ടനുള്ളതുകൊണ്ട് ഈ ഷോ ഞങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റി. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ ആൾക്കാർ നിൽക്കുന്നില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംഭവം കണ്ടു. ഇതുണ്ടല്ലോ ഒരു വല്ലാത്ത എക്സ്പീരിയൻസാണ്, പറയാതെ വയ്യ. നമ്മുടെ പുരാണങ്ങളെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും പ്രത്യേകിച്ച് ഒരു അറിവില്ലെങ്കിൽ പോലും ഇവിടെ വന്ന് ഈ എക്സ്പ്ലനേഷനൊക്കെ കേട്ട് അതിൻ്റെ ഒപ്പം ഈ വിഷ്വൽസ് കാണുമ്പോണ്ടല്ലോ ചില സമയത്തൊക്കെ ഒരു റൊമാൻറ്റിഫിക്കേഷൻ എഫക്റ്റൊക്കെ വരും. നല്ല രസമാണ്. ഇത് ശരിക്കും നേരിട്ട് കാണണം, അല്ലാതെ ഇങ്ങനെ വീഡിയോയിൽ കൂടെ എടുത്താലോ വീഡിയോ കവറേജിലൂടെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. ഇത് നേരിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഈ സംഭവം കാണുമ്പോൾ പല സമയങ്ങളിലൊക്കെ നമ്മൾ തന്നെ എന്നുള്ളൊരു സംഭവമൊക്കെ വരും നമുക്ക്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനമായി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റ് ചെറിയ ഓൺ ദ ടോപ്പ് എന്നൊക്കെ പറയണ പോലെ ഏറ്റവും അവസാനം ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കുട്ടി അമ്പലം പോലെ ഒരു സംഭവമുണ്ട്. ഗംഗാരതി ചെയ്യുന്ന പോലെ ആൾക്കാർ അത് ചെയ്യുന്നുണ്ടായിരുന്നു, ആരതി. അത് കണ്ടപ്പോൾ അയ്യോ കാശി മിസ് ചെയ്യാൻ തുടങ്ങി. കാരണം കുറേ നാളായിട്ട് എൻ്റെ മൈൻഡിലുള്ളൊരു ബക്കറ്റ് ലിസ്റ്റിലെ മെയിൻ ഐറ്റമാണ് വാരണാസി പോകണം, ഗംഗാരതി കാണണം, അവിടെ കുറേ നാൾ സ്റ്റേ ചെയ്യണമെന്നൊക്കെ. അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ ഉള്ളിൽ കാശി എന്നുള്ളൊരു കൊതിയായി തുടങ്ങി. സമാധാനം എന്നല്ല പറയുക, മനസ്സിലുണ്ടല്ലോ കുറേ മഞ്ഞിങ്ങനെ കോരി ഒഴിച്ച് ഫീലായി ഒരു ഷോ കഴിയുമ്പോൾ. ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് വളർമതി മെസ്സിലേക്കാണ്. ചേട്ടൻ സജസ്റ്റ് ചെയ്തൊരു ഫുഡ് സ്പോട്ടാണ്. അവിടെ നിന്ന് രാത്രിത്തെ ഡിന്നർ ഫുഡ് പാഴ്സൽ വാങ്ങിയിട്ട് വീട്ടിൽ പോയി കഴിക്കാനാണ് പ്ലാൻ. ഈ വളർമതി മെസ്സിൽ പിച്ചിപ്പൊട്ട കോഴി എന്ന് പറഞ്ഞൊരു കിടിലൻ സാധനം കിട്ടും. അയ്യോ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ഓർക്കുമ്പോൾ കൊതി വരും. നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു സ്വാദേയല്ല, അടിപൊളി സാധനം. ഇനി എപ്പോഴെങ്കിലും കോയമ്പത്തൂർ പോയാൽ മസ്റ്റ് ട്രൈ ആയിട്ട് എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളൊരു ഐറ്റമാണ് ഈ വളർമതി മെസ്സിലെ ഈ ഫുഡ്. എനിക്ക് ഈ പകല് കാണുന്ന കോയമ്പത്തൂരിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ രാത്രി കാണുന്ന കോയമ്പത്തൂരാണ്. പകല് മൊത്തത്തിൽ ഭയങ്കര വെയിലും ബഹളങ്ങളും
മൊത്തത്തിലൊരു മൂടൽ പോലെ ഇരിക്കുന്ന ഒരു ക്ലൈമറ്റാണ്. നമുക്കൊരു കാണാനൊരു ഭംഗിയൊന്നും അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ലുക്കാണ്. പക്ഷെ രാത്രി ഒരു നല്ല രസമുള്ളൊരു വൈബാണ്. ഇതാണ് റേസ് കോഴ്സ്. അവിടെ ആൾക്കാർ മൊത്തം കൂടി നിൽക്കുന്ന വളർമതി മെസ്സിൻ്റെ ഫ്രണ്ടിലാണ്. ഇപ്പം മനസ്സിലായില്ല എന്താ ഇത്ര റിവ്യൂ എന്ന്. നല്ല കിടിലൻ ഫുഡാണ് ഇവിടുത്തെ. ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പാഴ്സൽ വാങ്ങിയത്. കാരണം കയറി കഴിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. പിറ്റേ ദിവസം ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ടല്ലോ, അപ്പോൾ നേരത്തെ പോയി കിടക്കണം. തിരിച്ച് ഫ്ലാറ്റിൽ വന്ന പാടെ മഞ്ജു ചേച്ചി ഫ്ലാറ്റായി. ചേച്ചി നേരത്തെ കിടന്നുറങ്ങുന്ന ടൈപ്പാണ്. പക്ഷേ ഞങ്ങൾക്ക് ഉറക്കമൊന്നും വരാത്തതുകൊണ്ട് ഞങ്ങൾ ചേട്ടൻ്റെ കൂടെ ടെറസ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ഇവിടുത്തെ ടെറസ് നല്ല കിടിലൻ ടെറസ്. ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ ഏരിയയിലെ മൊത്തം സിറ്റിയും കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ ചുറ്റും കാണുന്ന മൊത്തം മലകളാട്ടോ. പക്ഷേ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ കോട വന്ന് ഓരോ മലകളിങ്ങനെ കവർ ചെയ്ത് പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ടെറസാണ്. നമ്മുടെ അവിടുത്തെ പോലത്തെ ടെറസൊന്നുമല്ല. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ട്. എത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ മഞ്ഞൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ തണുപ്പ് പിടിച്ച് ഇങ്ങനെ ഇരിക്കാം. നല്ല രസമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. ഇനി പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലമൊക്കെ കണ്ടിട്ട് വേണം കൊച്ചു പിടിക്കാനായിട്ട്. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഞങ്ങളാണെങ്കിൽ വാതോരാതെ ചേച്ചിയുടെ അടുത്ത് രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ടെറസിലെ എക്സ്പീരിയൻസ്. അത് കേട്ട് എന്നാൽ ചേച്ചിക്ക് ടെറസ് കാണണമെന്ന് പറഞ്ഞ് ചേച്ചി ടെറസ് കാണാൻ പോയി. അങ്ങനെ ഞങ്ങൾ പകല് ടെറസ് കാണാൻ പോവാം. ഈ പകൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ ടെറസ്. എന്താണെന്നറിയോ, ആ താഴേക്ക് നോക്കി ടൈലിട്ടേക്കുന്നുണ്ടോ, ഓടിൻ്റെ പോലത്തെ ടൈല്. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ടെറസ് ഒരു പ്രത്യേക ടെറസാണ്. ഇത് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഈ പണ്ടത്തെ ജ്യോതികയുടെയും തൃഷയുടെയൊക്കെ മൂവീസ് കണ്ടിട്ടുണ്ട്, തമിഴ് മൂവീസ്. അതിലൊക്കെ അവരുടെ ടെറസ് ഇങ്ങനെയാണ്. നമ്മുടെ ഇവിടെയൊക്കെ വന്നെങ്കിൽ വെള്ളം പൂശിയിട്ട് അതല്ലെങ്കിൽ ചുമ്മാ സിമെൻറ്റ് പോലത്തെയൊക്കെ ആയിരിക്കും. ഇവിടുത്തെ ടെറസ് നല്ല രസമായി ടൈലൊക്കെ ഇട്ടുകൊണ്ട് കാണാനും നല്ല ഭംഗിയാണ്. അവിടെ നമുക്ക് വേണേൽ കിടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇരിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു ഇവിടെ നിന്ന്. അതുകൊണ്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. ഒരു ചിൽ സ്പോട്ട്. എനിക്ക് ഈ ടെറസ് ഭയങ്കര ഇഷ്ടമായി. ഇതാ ഇന്നലെ പറഞ്ഞ മലകൾ, കുറേ മലകൾ ചുറ്റുമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇന്നലെ രാത്രി ഇത് കാണിച്ചിട്ട് കാണാൻ പറ്റിയില്ലല്ലോ, ഫുൾ മൂടി കിടക്കുമായിരുന്നു കോട വന്നിട്ട്. ഇപ്പം എല്ലാം എന്ത് ക്ലിയർ ആയിട്ടാണ് കാണുന്നതെന്നൊക്കെ. ഇന്നലെ രാത്രി കണ്ട സ്ഥലമാണ്, പകൽ കണ്ടപ്പോൾ എന്തോ ഭംഗി. അവിടെ കയറുക. ഞങ്ങൾ ഇന്നലെ അങ്ങോട്ടൊന്നും കയറിയില്ലായിരുന്നു. കയറി പറ്റി. മൊത്തം തരുമ്പോ ചേട്ടൻ നിക്കണോ, വിസ്മോ നിക്കണോ? വൃത്തം കയറി വരും കേട്ടോ, ലൈവ് എടുക്കാം. ഞാൻ വിചാരിച്ചു വിസ കയറി വരണേന്ന്. വന്നല്ല മനസ്സേ, പെട്ടെന്ന് വന്നിട്ട് വേണം ഇവിടെ തള്ളിയിടാൻ. എന്നെ തുടരുന്നട്ടെ, എനിക്ക് പേടിയാ. ചേട്ടനോട് യാത്ര പറഞ്ഞ് ഞങ്ങളത് ഇറങ്ങുകയാണ്. ആകെ 2 ദിവസത്തെ പരിചയം മൂപ്പരായിട്ടുള്ളെങ്കിലും ഒരുപാട് നാളത്തെ പരിചയമുള്ള ആൾക്കാരെ പോലെ ഞങ്ങൾ പിരിയുന്നത്. ഓൾറെഡി ഇനി അങ്ങോട്ട് കുറേ ട്രാവൽ പ്ലാൻസ് ഉണ്ടാക്കിയിട്ടാണ് ചേട്ടൻ്റെ കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് തന്നെ. പക്ഷേ കുറച്ച് നേരത്തെ പരിചയപ്പെടണമായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ. അപ്പം ഇനി കൊച്ചി വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തൽക്കാലത്തേക്ക് ബൈ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും 3 പേര് മാത്രമായി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ലഞ്ച് കഴിക്കാൻ, വേണു ബിരിയാണി കഴിക്കാനാണ്. ചേട്ടൻ റെക്കമെൻഡ് ചെയ്ത സ്ഥലം, ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബിരിയാണി സ്പോട്ടാന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് പിടിച്ച് അങ്ങടാണ് പോകുന്നത്. ഇനി ആ ബിരിയാണി എങ്കാലും കൊളുത്തിയാലോ എന്ന് കരുതി. കാരണം ഇവിടെ വന്നിട്ട് ആദ്യം കഴിച്ച ബിരിയാണി, മറ്റേ നാഗാർജുന പറഞ്ഞ ബിരിയാണി, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. അപ്പോൾ ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി പോവാണ്.
ഇന്നലെ ലക്ഷ്മി മിൽസിൻ്റെ പ്രോപ്പർട്ടിയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് കാണാൻ വന്നില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിനാശി റോഡിൽ തന്നെയാണ് വേണു ബിരിയാണി. ഇവിടെ വന്നപ്പോൾ ജവറിയേട്ടൻ ചെയ്യണ കണ്ടിട്ടാട്ടോ ഇപ്പം ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത്. ഇല വന്നു കഴിഞ്ഞാൽ അപ്പം അതിൽ വെള്ളം ഒഴിച്ച് തുടച്ചിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുള്ളൂ. വേണു ബിരിയാണി ഞങ്ങൾ ചിക്കൻ ഓർഡർ ചെയ്തു, അത് വന്നു. അതിൻ്റെ ഒപ്പം പെപ്പർ ചിക്കൻ ഓർഡർ ചെയ്തു. പിന്നെ ഒരു ചിക്കൻ കോള എന്ന് പറഞ്ഞൊരു ബോൾ ഉണ്ടെന്ന് പറഞ്ഞു, കട്ട്ലറ്റ് പോലത്തെ. അത് ഇവിടുത്തെ സ്പെഷ്യലാന്ന് പറഞ്ഞിട്ട് ഇത്രയും സാധനം ഓർഡർ ചെയ്തത്. വേണു ബിരിയാണി വിളമ്പിയപ്പോൾ തന്നെ മുട്ടയുടെ വെള്ളം ഇവിടെ പോയി. ഞാൻ കഴിച്ചു. ഇടുക്കി എങ്ങനെയുണ്ടടാ? നല്ല കൊള്ളാം. ചിക്കൻ കൊള്ളാം. കട്ട്ലറ്റ് ഇവിടെ വന്ന് കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റ് ബിരിയാണി വേണു ബിരിയാണി ആയിരുന്നു. ഇതിൻ്റെ ഒപ്പം ഓർഡർ ചെയ്ത് എല്ലാ ഐറ്റംസും കിടുമായിരുന്നു, പ്രത്യേകിച്ച് ഈ കട്ട്ലറ്റ്. കട്ട്ലറ്റ് അല്ല, ചിക്കൻ കൊള എന്ന് പറയാം, പക്ഷെ കഴിക്കുമ്പോൾ നമുക്ക് കട്ട്ലറ്റിൻ്റെ പോലത്തെ ടേസ്റ്റാണ് വരിക. പിന്നെ ഇതിൻ്റെ കൂടെ പായസം കിട്ടിയായിരുന്നു, ഈ റവയുടെ തരി പോലത്തെ പായസം. അങ്ങനെ മൊത്തത്തിൽ മനസ്സ് നിറഞ്ഞു, നല്ല ടേസ്റ്റായിരുന്നു. ഇനി കോയമ്പത്തൂർ പോയാൽ എന്തായാലും വേണു ബിരിയാണിയെ കഴിക്കും ഞാൻ. ഇനി നേരെ പോകുന്നത് കോയമ്പത്തൂർ ലോക്കൽ മാർക്കറ്റാണ്. അതായത് പച്ചക്കറി, പലവ്യഞ്ജനം, അങ്ങനെ എല്ലാം കിട്ടുന്നൊരു മൊത്തത്തിലുള്ള ഒരു ലോക്കൽ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. ഒപ്പങ്കര സ്ട്രീറ്റ്. ചുമ്മാ മാർക്കറ്റൊക്കെ കണ്ടിങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് മാർക്കറ്റിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു അമ്പലം കണ്ടു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ അമ്പലം കാണാൻ. അങ്ങനെ വീഡിയോ എടുത്ത് നടന്നപ്പോഴാണ് ഈ ചേട്ടൻ വിളിച്ചു ചോദിച്ചത് എന്നെയും കൂടെ വീഡിയോയിൽ എടുക്കാവോ എന്ന്. സംസാരിച്ച് വന്നപ്പോൾ മലയാളിയാണ്, പാലക്കാട് ബോർഡറിലുള്ളത്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ച് കമ്പനിയൊക്കെ കൊടുത്ത് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇവിടുത്തെ മാർക്കറ്റ് നല്ല രസമായിരുന്നു. നമുക്ക് പരിചയമില്ലാത്ത കൂടുതൽ സാധനങ്ങളുള്ളതുകൊണ്ട് ബോറടിയൊന്നുമില്ല. ഇവിടെ എല്ലാം ഓർഗനൈസ്ഡാണ്. കുറച്ച് സെക്ഷൻ പോയി കഴിഞ്ഞാൽ ഗോൾഡ്, കുറച്ച് സൈഡിലേക്ക് പോകുമ്പോൾ സിൽവർ, പിന്നെ മെറ്റൽ, അലൂമിനിയം, അതുപോലെ തന്നെ പലവ്യഞ്ജനമാണെങ്കിലും ഒരു ഏരിയ മൊത്തം മസാലയുടെ ഐറ്റംസ്, പിന്നെ പച്ചക്കറിയുടെ സെക്ഷൻ വേറെ. അങ്ങനെ ഇങ്ങനെ നടന്ന് കാണാൻ തന്നെ ഉണ്ട് കുറേ. ആ മാർക്കറ്റ് മൊത്തം തിരഞ്ഞു നടന്നിട്ട് ഞങ്ങൾ അവസാനം വാങ്ങിയ കമ്മൽ മാത്രം, വേറെ ഒന്നും വാങ്ങിയില്ല. അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞില്ലേ, വാൽപ്പാറ റൂട്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പാലക്കാട് റൂട്ട് പിടിക്കുന്നത്. അങ്ങനെ കുതിരാൻ ടണലിൽ കൂടെ പോവാണ്. ഒരു കലാകാരന് വളരാൻ നിങ്ങൾ തേങ്ങാക്കൊലി കുടുംബത്തിൽ ഒരു വാഴക്കൊലയെങ്കിലും തരണുണ്ടോ? എവിടെ ട്രിപ്പ് പോയാലും മഞ്ജു ചേച്ചിയുടെ സ്ഥിരം വിനോദമാണ് എന്നെ കളിയാക്കുക എന്നുള്ളത്. ഞാൻ വ്ലോഗ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ആ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരി എന്നെ ഇങ്ങനെ കളിയാക്കും. അതിനാണിപ്പോൾ ഈ ഡയലോഗ് മൊത്തം പറഞ്ഞത്. അങ്ങനെ വണ്ടി ഓടിച്ച് തളർന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ, അതായത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശരവണ ഭവനിൽ നിർത്തി. നല്ല ഉറക്കം വരണുണ്ടായിരുന്നു. ഒറ്റയ്ക്കല്ലേ വണ്ടി ഓടിക്കുന്നത്. ഒറ്റ സ്ട്രെച്ചിലിങ്ങനെ ഓടിച്ചു വരുമ്പോഴത്തേക്കും പല സമയത്തും കണ്ണടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള സ്പോട്ട് നോക്കി അവസാനം ശരവണ ഭവനിലെത്തി. ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ ഒരു ഫുഡ് കഴിച്ചു, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ശ്രീ മൂ ശരവണ ഭവൻ കണ്ടോ? ഈ പേരിൻ്റെ കൂടെ ഒരു ശ്രീ മൂന്ന് കിടക്കുന്നത്, അത് ആക്ച്വലി ഒറിജിനൽ ശരവണ ഭവൻ ഹോട്ടലിൻ്റെ ചെയിൻ അല്ല. അവർ സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഹോട്ടലാണ്. പക്ഷേ ശരവണഭവൻ്റെ പേര് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ചില ശരവണഭവൻ റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ ഒറിജിനൽ ആ ഒരു ശരവണഭവൻ ടേസ്റ്റ് കിട്ടില്ല. ഈ ഒരു ഫാക്റ്റ് എനിക്ക് പറഞ്ഞത് സുധീജേട്ടനാണ്. എൻ്റെ ഒരു കസിനില്ലേ ട്രാവൽ ഫ്രീക്ക്, മൂപ്പര് പണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഈ ഹോട്ടലിൽ കയറിനേക്കുമ്പോൾ ആ ശ്രീമു കണ്ടിരുന്നെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു. പറ്റിപ്പോയി. 2026 ന്യൂ ഇയറിന് തട്ടിക്കൂട്ടിയെടുത്തൊരു ട്രിപ്പാണേലും അത് ഗംഭീരമായിട്ട് അവസാനിച്ചതിൽ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ കോയമ്പത്തൂർ ട്രിപ്പ് ഇതാ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.